നമ്മുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബർ, അപ്പാനി, റന, ഫാത്തിമ ഇവരെല്ലാം ഗാങ് ആയി ചേർന്നുകൊണ്ട് അനുവിനെ വല്ലാണ്ട് അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ്. ഇതിപ്പോ ആദ്യത്തെ സംഭവമൊന്നുമല്ല. കുറച്ച് ദിവസങ്ങളോളമായി തന്നെ അനുവിനെ പലരും ചേർന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അപ്പാനി, റന, ഫാത്തിമ അതുപോലെ തന്നെ ജിസയിലൊക്കെയാണ് ഇതിന്റെ പ്രധാന കണ്ണികൾ. ഇപ്പൊ എന്തായാലും നമ്മുടെ അനുമോള് പാത്രം കഴുകിക്കൊണ്ട് കിച്ചണിൽ നിൽക്കുകയാണ്. പട്ടി എന്ന് വിളിക്കുക, പച്ചക്ക് പട്ടി എന്ന് വിളിക്കുക, പട്ടികളെ വിളിക്കുന്ന പോലെ ആ ശബ്ദം ഉണ്ടാക്കുമല്ലോ, ബിസ്ക്കറ്റ് ഒക്കെ ഇട്ടുകൊടുത്തിട്ട് അങ്ങനെയൊക്കെ തോന്നിവാസം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ തോന്നിവാസം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് പലരും കാഴ്ചവെക്കുന്നത്. അനു എന്തൊക്കെ തെറ്റ് ചെയ്താലും അതേ തെറ്റുകൾ പലരും ബിഗ് ബോസ് വീടിനകത്ത് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന അപ്പാനി ആയാലും റന, ഫാത്തിമ ആയാലും ഒക്കെ തന്നെയും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ്. എന്നാൽ അനുവിന്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോഴൊക്കെ തന്നെയും ഗ്യാങ് ആയി ചേർന്ന് അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ വളർത്തുമൃഗങ്ങളെ ഒക്കെ തന്നെയും ഓമനത്തോടെ വിളിക്കുന്ന ഒരു സൗണ്ടില്ലേ, അങ്ങനത്തെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ അനുവിനെ ഇവരൊക്കെ തന്നെയും വിളിക്കുന്നത്. സത്യം പറഞ്ഞത് വളരെ മോശമാണ്. അനു ഒരു മനുഷ്യ സ്ത്രീയല്ലേ, ഒരു മനുഷ്യ സ്ത്രീയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ? സ്മാർട്ട്നെസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലരും അത്തരത്തിലൊക്കെ തന്നെയും പെരുമാറുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അക്ബർ ആയാലും അപ്പാനി ആയാലും റേന ആയാലും. എന്നാൽ ഇത് വളരെ മോശമായി പോയി. ഇത്രയ്ക്കും വലിയൊരു തോന്നിവാസം അവർ കാണിക്കുമെന്ന് നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ഇതൊക്കെ തന്നെയും വലിയ തെറ്റ് തന്നെയാണ്. ബിഗ് ബോസിനെ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് വളരെ കൾച്ചറില്ലായ്മ തന്നെയാണെന്ന് പറഞ്ഞാൽ മതിയാകൂ. അനു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ബിഗ് ബോസിനോട് പറയാമായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഓഡിയൻസിനോട് പറയാമായിരുന്നു. അതല്ലാതെ ഒരു മനുഷ്യ സ്ത്രീയോട് ഇങ്ങനെയൊന്നും പെരുമാറാനേ പാടില്ലായിരുന്നു. ഇന്ന് നമ്മുടെ ലൈവിൽ നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ്? വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.